വെൽക്കം ടു CCPLUS. CCPLUSന്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് ടോപ്പിക് ആണെന്ന് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? So, today we are going to discuss about crop production and management. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് crop production and management. So, you all are familiar with the term agriculture. So, what do you mean by agriculture? Agriculture is the art and science of cultivating the soil, growing crops and raising livestock. Agriculture എന്ന് പറഞ്ഞാൽ it's the art and science of cultivating the soil, growing the crops and raising the livestock. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ക്രോപ്പ് പ്രൊഡക്ഷൻ, ക്രോപ്പ് മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ എ ക്രോപ്പ്? സൽമാൻ, ഹായ് സൽമാൻ, ഹൗ ആർ യു? റെഡി അല്ലേ? ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് പഠിക്കാൻ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് സീ ക്രോപ്പ്. Sahid, hi Sahid. When plants of the same kind are cultivated at one place on a large scale, it is called a crop. അപ്പോൾ ഒരു ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? When the plants of same kind, ഒരേ തരത്തിലുള്ള പ്ലാന്റ് ഒരുപാട് ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ റൈസ്, when it is cultivated on a large scale, then it is called a ക്രോപ്പ്. എന്തിനു വേണ്ടിയാവാം ഒരു പ്ലാന്റ് തന്നെ ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് നെസസിറ്റി ആണല്ലേ. ഫുഡില്ലാതെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എല്ലാവർക്കും ഫുഡ് വേണം. എവ്രി വൺ നീഡ്സ് ഫുഡ്. സോ നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ, ദ വേൾഡ് പോപ്പുലേഷൻ ഇസ് സ്കൈ റോക്കറ്റിംഗ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. അപ്പം ഇത്രയും ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, കഴിക്കാനുള്ള ഫുഡ് വി ഹാവ് ടു പ്രൊഡ്യൂസ്. സോ അതിനു വേണ്ടിയിട്ടാണ് ഒരു സെയിം ക്രോപ്പ് തന്നെ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ വളരെ കൂട്ടേണ്ടതും ക്രോപ്പ് മാനേജ്മെൻറ്റ് ഇഫക്റ്റീവ് ആക്കേണ്ടതുമുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ക്രോപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഏത് ക്രോപ്പാണിത്? പാഡി ആണല്ലേ. പാഡി ഇസ് കൾട്ടിവേറ്റഡ് ഓൺ എ ലാർജ് സ്കെയിൽ, എസ്പെഷ്യലി ഇൻ കേരള. So, crops are of different types like cereals, for example, rice, wheat. Then vegetables are also cultivated on a large scale. Pinnendana fruits also alle. This can be classified on the basis of season in which they grow. അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ്, സിറിയൽസ് ഒക്കെ നമ്മൾ ലാർജ് സ്കെയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം ഈ ക്രോപ്സിനെ based on the season in which they grow. അപ്പം എല്ലാ ക്രോപ്സും എല്ലാ സീസണിലും ഗ്രോ ചെയ്യുമോ? ഇല്ല അല്ലേ. ഇപ്പം പാഡി കൊണ്ട് ഭയങ്കര ഒരു സമ്മർ സീസണിൽ പാഡി നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന് റെയിനി സീസൺ വേണം അല്ലേ. അതുപോലെ ഓരോ ക്രോപ്സിനും, ചില ഫ്രൂട്ട്സിനായിക്കോട്ടെ ക്രോപ്സിനായിക്കോട്ടെ വിൻ്റർ സീസൺ ആയിരിക്കും വേണ്ടത്. അതിനെ കൊണ്ട് സമ്മർ സീസണിൽ നട്ടാലോ അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പം based on the season in which they grow, they are classified into the climatic conditions like temperature, humidity and rainfall vary from one region to another. അല്ലേ, ഓരോ ഡിഫറെൻറ്റ്, ഇപ്പം കേരളത്തിലുള്ള ക്ലൈമറ്റ് ആയിരിക്കില്ല പഞ്ചാബിലുള്ള ക്ലൈമറ്റ് ആയിരിക്കില്ല ജമ്മു ആൻഡ് കാശ്മീരിലുള്ളത്. അപ്പം ഓരോ സ്ഥലത്തെയും ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പിന്നെ റെയിൻഫോൾ, ഇതൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലാണ് നമ്മുടെ ക്രോപ്സിനെ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഖാരിഫ് ക്രോപ്സ് അല്ലേ, എല്ലാവരും കേട്ടിട്ടില്ലേ? ഖാരിഫ് ക്രോപ്സ്. So, the crops which are sown in the rainy season, very important, the crops which are grown in the rainy season are called Kharif crops. So, the rainy season in India is generally from June to September. അല്ലേ, നമ്മുടെ ഇന്ത്യയിൽ റെയിനി സീസൺ സാധാരണ ഏത് മാസങ്ങളിലൊക്കെയാണ്? ജൂൺ ടു സെപ്റ്റംബർ. പക്ഷേ ഇപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒരുപാട് മാറിയിട്ടുള്ളത് കൊണ്ട് അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. പക്ഷേ ജനറലി നമ്മൾ പറയുന്നത് റെയിനി സീസൺ ഇൻ ഇന്ത്യ ഇസ് ഫ്രം ജൂൺ ടു
September. അപ്പം ഈ ഒരു ടൈമിൽ the crops which are sown in the rainy season, ഈ ഒരു സമയത്ത് സോ ചെയ്യുന്ന ക്രോപ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? Kharif crops. And paddy, maize, soybean, groundnut and cotton are Kharif crops. So these paddy, maize, soybean, groundnut and cotton are examples for Kharif crops. Hope it's clear to you. Now see the picture of Kharif crops: soybean, cotton, groundnut, rice. Now the second type. So first we have seen about the Kharif crops and now it is Rabi crops. The crops grown in the winter season. The winter season in India is generally from October to March are called Rabi crops. So what are Rabi crops? Rabi crops endana? The crops grown in winter season. Appam they need a cold climate. Why they are grown in winter season? Because they need a cold climate. Okay, so examples of Rabi crops nokike: wheat, gram, pea, mustard, linseed. Okay, wheat, gram, pea, mustard, linseed. See, these are the examples for Rabi crops. So, the basic practices of crop production. Why paddy cannot be grown in the winter season? എന്തുകൊണ്ടാണ് പാഡി നമുക്കറിയാം ഒരു Kharif crop ആണ്. അപ്പം അതെന്തുകൊണ്ടാണ് വിൻ്റർ സീസണിൽ ഗ്രോ ചെയ്യാൻ പറ്റാത്തത്? മിസ് പറഞ്ഞു. സോ പാഡി റിക്വയർസ് എ ലോട്ട് ഓഫ് വാട്ടർ. പാഡി ഒരു Kharif crop ആണെന്ന് നമുക്കറിയാം. Kharif crop എന്ന് പറഞ്ഞാൽ എന്താ? ദ ക്രോപ്സ് ഗ്രോൺ ഇൻ റെയിനി സീസൺ. അപ്പോൾ പാഡി റിക്വയർസ് എ ലോട്ട് ഓഫ് വാട്ടർ. ഇറ്റ് നീഡ്സ് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. അപ്പം അത് റെയിനി സീസണിൽ ഗ്രോ ചെയ്യേണ്ട ഒരു ക്രോപ്പാണ്. അപ്പോൾ വിൻ്ററിൽ എന്താ സംഭവിക്കുന്നത്? വിൻ്ററിൽ അധികം മഴ ഉണ്ടാവില്ല. ദ റെയിൻഫോൾ ഉണ്ടാവാറേ ഇല്ല, അല്ലേ? സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് കനോട്ട് ഗെറ്റ് ബെറ്റർ yield, അല്ലേ? ബെറ്റർ yield അത് തരികയില്ല. ഓക്കെ, സോ ദാറ്റ്സ് വൈ പാഡി കനോട്ട് ബി ഗ്രോൺ ഇൻ ദി വിൻ്റർ സീസൺ. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹായ് ബിസ്മിയ, ഹായ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്താണ്? നമുക്ക് ഓരോ ക്രോപ്സിൻ്റെയും പ്ലാന്റ് ചെയ്യേണ്ട സമയം, we have to first identify whether it is a Kharif crop, it needs rain, or it is a Rabi crop, it needs a cool climate. Okay, now we are moving to crop production and management methods. അല്ലേ? ബെറ്റർ ആയിട്ടുള്ള ഒരു yield കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു the world population is skyrocketing and each and everyone needs food to survive. അപ്പം അത്രയും സർപ്ലസ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ നമ്മൾ ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ ആവശ്യകതയുണ്ട്. സോ ദ ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ഷുഡ് ബി എഫിഷ്യൻറ്റ്. ഓക്കെ, സോ സി ദ ഫസ്റ്റ് സ്റ്റെപ്പ് is the preparation of soil. ഇപ്പോൾ ഇവിടെ ഒരു 7 steps ഉണ്ട് നമ്മൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റിന്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. ദ സെക്കൻഡ് വൺ ഇസ് sowing and the third one is adding manure and fertilizers, and the fourth one is irrigation. The fifth one is protecting from weeds. The sixth one is harvesting. And the seventh and the last one is storage. നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. So the first and foremost step is the preparation of soil. എന്താണ്? സോയിലിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക. The preparation of the soil is the first step before growing a crop. One of the most important tasks in agriculture is to turn the soil and loosen it. അപ്പോൾ നമുക്കറിയാം സോയിൽ അൺഈവൻ ആയിരിക്കും, അല്ലേ? ദർ മേ ബി റോക്സ്, ലംസ് ഉണ്ടാവും, അല്ലേ? മണ്ണിൻ്റെ വലിയ കട്ടകൾ ഉണ്ടാവും. ഇറ്റ് വിൽ ബി അൺഈവൻ ആയിട്ടുള്ളൊരു സർഫസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ടൈറ്റ്, ഇറ്റ് വോണ്ട് ബി ലൂസൺ. അപ്പം നമുക്കിതിനെ ലൂസൺ ചെയ്തെടുക്കണം. ഈ സോയിലിനെ നന്നായി ലൂസൺ ചെയ്തെടുക്കണം, എന്നാലല്ലേ പ്രോപ്പറായിട്ടുള്ള എയറേഷൻ നടക്കുകയുള്ളൂ. സോ ഇത് ലൂസൺ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് it has to be done as the first step. എന്താണ്? preparation of the soil.
So this the preparation of soil allows the roots to penetrate deep into the soil. അല്ലേ റൂട്ട്സിന് സോയിലിൻ്റെ ഡിപ്പിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലൂസൻഡ്. ഓക്കെ, ദ ലൂസ് സോയിൽ അലൗസ് ദ റൂട്ട്സ് ടു ബ്രീത്ത് ഈസി. അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുക, റൂട്ട്സിന് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ദേ ഹാവ് ടു ബ്രീത്ത് അല്ലേ, ഫോർ ബെറ്റർ ഗ്രോത്ത് ദേ ഹാവ് ടു ബ്രീത്ത്. They have to get sufficient oxygen. Gaseous exchangeകൾ നടന്നുകൊണ്ടേയിരിക്കണം. So it has to the loose soil allows the roots to breathe easily. Okay, now the loosened soil helps in the growth of earthworms. മാത്രമല്ല വേറൊരു കാര്യം കൂടി. എന്താണത്? loosened soil also helps the growth of earthworms and microbes present in the soil. സോ earthworms നമുക്കറിയാം അല്ലേ, ഫാർമേഴ്സ് ഫ്രണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ദീസ് ഓർഗാനിസംസ് ആർ ഫ്രണ്ട്സ് ഓഫ് ഫാർമർ. എന്തുകൊണ്ടാണ്? ദേ വിൽ ടേൺ അപ്പ് ദി സോയിൽ. സോയിലിനെ ഇങ്ങനെ ലൂസൺ ചെയ്യുകയാണെങ്കിൽ ഈ earthworms ഒരുപാട് അതിൽ ത്രൈവ് ചെയ്യുകയും അത് മണ്ണിനെ ഇങ്ങനെ ഇളക്കുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ദേ ഫർദർ ടേൺ ആൻഡ് ലൂസൺ ദി സോയിൽ ആൻഡ് ആഡ് ഹ്യൂമസ് ടു ഇറ്റ്. അത് വീണ്ടും നമ്മൾ ഓൾറെഡി ലൂസൻഡ് ആയിട്ടുള്ള സോയിലിനെ വീണ്ടും അത് ലൂസൺ ആക്കുക, ഇങ്ങനെ ടേൺ അപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ആഡ് ഹ്യൂമസ് ടു ഇറ്റ്. അതിന് വേണ്ടുന്ന ഇതിൻ്റെ എക്സ്ക്രീറ്റ പോലെയുള്ള സാധനങ്ങൾ ഇതിന് ഹ്യൂമസ് ആയിട്ട് അല്ലെ, വളമായിട്ട് മെന്യൂറായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, now since only a few centimeter of the top layer of the soil supports the plant growth. നമുക്കറിയാം സോയിൽ പല ലെയേഴ്സ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ടോപ്പ് മോസ്റ്റ് ലെയർ ഇസ് ദ ടോപ്പ് സോയിൽ അല്ലെ, ടോപ്പ് ലെയർ ഓഫ് ദി സോയിൽ ആൻഡ് the top layer of the soil supports the plant growth. ആ ടോപ്പ് ലെയർ മാത്രമാണ് പ്ലാന്റ് ഗ്രോത്തിൽ കൂടുതലായും സപ്പോർട്ട് ചെയ്യുന്നത്. സോ ടേണിങ് ആൻഡ് ലൂസനിങ് ഓഫ് ദ സോയിൽ ബ്രിങ്സ് ദ ന്യൂട്രിയൻ റിച്ച് സോയിൽ ടു ദ ടോപ്പ്. അപ്പം നമ്മൾ ടേൺ ചെയ്യുമ്പോൾ താഴെയൊക്കെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സോയിൽ ഉണ്ടാവും, അത് മുകളിലേക്ക് വരും അല്ലേ. സോ the nutrient rich soil comes to the top so that the plants can easily absorb. റൂട്ട്സിന് ഈസിലി അത് അബ്സോർബ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, now the process of loosening and turning of the soil is called tilling or plowing. എന്താണ് അതിനെ വിളിക്കുന്നത്? tilling. So the process of loosening and turning of the soil is called tilling or plowing. നമ്മൾ plowing എന്താണെന്ന് നമുക്കറിയാം അല്ലേ. This is done by using a plough. അത് ഒരു പ്ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലൂസൺ ചെയ്യുന്നത്, സോയിൽ ലൂസൺ ചെയ്യുന്നത്. പ്ലോസ് ആർ മെയ്ഡ് ഓഫ് വുഡ് ഓർ അയൺ. ഏർലിയർ ടൈംസ് അത് വുഡൻ പ്ലോ ആയിരുന്നു നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. പിന്നീട് അത് അയൺ പ്ലോസ് ഓൾസോ വി ആർ യൂസിങ്. സോ അപ്പം നമുക്ക് മനസ്സിലായി ടില്ലിങ് ഓർ പ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലൂസനിങ് ആൻഡ് ടേണിങ് അപ്പ് ഓഫ് സോയിൽ. നൗ ലെവലിംഗ്. ഞാൻ പറഞ്ഞു അൺഈവൻ ആയിട്ടുള്ള സർഫസ് ആയിരിക്കും, അൺഈവൻ ആയിട്ടുള്ള ഗ്രൗണ്ട് ആയിരിക്കും. സോ അതിനെ നമ്മളൊരു ലെവൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സോ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് അത് മാറുകയുള്ളൂ. ലെവലിംഗ് ദ ഫീൽഡ് ഇസ് ബെനിഫിഷ്യൽ ഫോർ സോയിങ് ആസ് വെൽ ആസ് ഫോർ ഇറിഗേഷൻ. സോ ചെയ്യുന്നതിനും സോയിങ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ സോ ചെയ്യുന്നതിനും നമ്മൾ സീഡ്സ് ഒക്കെ സോ ചെയ്യുന്നതിനും അതുപോലെ ഇറിഗേറ്റ് ചെയ്യുന്നതിനും ബെറ്റർ ആയിരിക്കുന്ന എങ്ങനെയാണ്? ഒരു ലെവൽഡ് ഗ്രൗണ്ടാണ്. സോ ഇറ്റ് ഈസ് leveling. Leveling of the soil is done with the help of a leveler. അതിന് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ലെവലർ എന്ന് പറയുന്നത്. See the picture. Now sometimes manure is added to the soil before tilling. till ചെയ്യുന്നതിന് മുമ്പ് തന്നെ manure ആഡ് ചെയ്യാറുണ്ട്. This helps in proper mixing of manure with the soil. അപ്പോൾ ലൂസൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രോപ്പറായിട്ട് ആ ഒരു മാന്യൂർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ടില്ലിങ്ങിന് മുമ്പായിട്ട് തന്നെ മാന്യൂർസ് യൂസ് ചെയ്യാറുണ്ട്. The soil is moistened before sowing. So the next step is sowing. അതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണിനെ ഒന്ന് നനയ്ക്കും, ഒന്ന് മോയിസ്റ്റൻ ചെയ്യും. സോ നാളെ ഫ്രൈഡേ കൃത്യം 10 മണിക്ക് ക്ലാസ് 9th വേണ്ടി സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 9th വേണ്ടി ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 3 ബാക്ക് ദ ഡ്രം ക്ലാസ് ഉണ്ടാവുന്നതാണ്. അതുപോലെ CBSE സിലബസ് ബയോളജി ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ്
5 PM കൃത്യം 5 PM നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ സ്റ്റേറ്റ് സിലബസിൻ്റെ എല്ലാവരും ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് സിലബസ് മാത്സുകാർ എല്ലാവരും ശ്രദ്ധിക്കുക. ക്ലാസ് 9 നിങ്ങളുടെ ഡെസിമൽ ഫോം എന്ന ചാപ്റ്ററുമായി നാളെ കൃത്യം 6 മണിക്ക് അമൽ സാറ് യൂട്യൂബ് ലൈവിൽ എത്തുന്നതാണ്. എല്ലാവരും ഇത് മറക്കാതെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 3 ബാങ്ക് ദ ഡ്രം, അതുപോലെ എല്ലാ ക്ലാസ് 9 വേണ്ടിയിട്ടാണ്. ഓക്കെ, CBSE സിലബസ് ബയോളജി 5 PM കൃത്യം 5 PM ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ് പ്രത്യേകം നോട്ട് ചെയ്യുക, അമൽ സാറ് നിങ്ങൾക്ക് വേണ്ടി നാളെ 6 മണിക്ക് ഡെസിമൽ ഫോം എന്ന ചാപ്റ്ററുമായി എത്തുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് വീണ്ടും നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. സോ കണ്ടോ, പ്ലോയിങ് ഒക്കെ കണ്ടോ, ഏർലിയർ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ നോക്കുക. പ്ലോ ഷെയർ, പ്ലോ ഷാഫ്റ്റ്, ഏർലിയർ ഇതൊക്കെ ഓക്സണിനെയൊക്കെ വെച്ചിട്ടായിരുന്നു അല്ലേ ചെയ്തിരുന്നത്. ഹോ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് നോക്കുക, ഇതൊക്കെ പ്ലോയിങ്ങിനും ടില്ലിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് നൗ മോഡേൺ മെഷീൻസ് ഉണ്ടല്ലേ, ഇതിന് വേണ്ടിയിട്ട് ലെവൽ ചെയ്യാനും ഒക്കെ മോഡേൺ ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ ട്രാക്ടറൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. അപ്പം ആസ് ദ ഇയേഴ്സ് പാസസ് ബൈ more and more equipments, more and more equipments are being invented. Now the next step, അപ്പം നമ്മൾ ആദ്യമേ എന്താണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ കണ്ടു. സോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇതിന് ശേഷമുള്ള the second step is sowing. Sowing is the most important part of crop production. It is the most important part of crop production. Before sowing, good quality seeds are selected. So before sowing എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വിതയ്ക്കുക എന്ന് പറയാം അല്ലേ, വിതയ്ക്കുക. സോ വി ഹാവ് ടു സെലക്ട് ഗുഡ് ക്വാളിറ്റി ഓഫ് സീഡ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗുഡ് ക്വാളിറ്റി ഓഫ് സീഡ്സ്? അല്ലെങ്കിൽ വി വോണ്ട് ഗെറ്റ് എ ബെറ്റർ yield. നമ്മൾ നല്ലൊരു yield കിട്ടാൻ വേണ്ടിയിട്ടാണ് സീഡ്സ് പ്ലാന്റ് ചെയ്യുന്നത്, സീഡ്സ് സോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഓഫ് സീഡ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ്. So the good quality seeds are clean and healthy seeds of a good variety. അപ്പോൾ ഒരു ഗുഡ് വെറൈറ്റി, ഏതാണ് ഗുഡ് വെറൈറ്റി ഓഫ് പ്ലാന്റ് എന്ന് യു ഹാവ് ടു ഐഡൻറ്റിഫൈ. ദെൻ യു ഹാവ് ടു സെലക്ട് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലീൻ ആൻഡ് ഹെൽത്തി സീഡ്സ്. ക്ലീൻ ആൻഡ് ഹെൽത്തി സീഡ്സ്. സോ ഫാമേഴ്സ് പ്രിഫർ ടു യൂസ് സീഡ്സ് വിച്ച് ഗിവ് എ ഹൈ yield. അതെപ്പോഴും അങ്ങനെ ആയിരിക്കില്ലേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നത്? ഒരു സീഡ് പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഹൈ ആയിട്ടുള്ള yield ആയിരിക്കും പ്രതീക്ഷിക്കുക. അല്ലാതെ ഒരു ലോ ആയിട്ടുള്ള yield ആരും അത് ആഗ്രഹിക്കുന്നില്ല അല്ലേ. സോ ദ ഫാമേഴ്സ് പ്രിഫർ ടു യൂസ് സീഡ്സ് വിച്ച് ഗീവ് എ ബെറ്റർ ആൻഡ് high yield. So you have to select a good variety and a healthy seed. അപ്പോൾ എങ്ങനെ, how to find whether a seed is healthy or unhealthy? So damaged, you can do an experiment. You have to put seeds in water. So then some seeds will settle down. Some of the varieties of seeds will settle down and some will float on the surface of water. Some will float on the surface of water. So the damaged seeds become hollow and are thus lighter. So damaged seeds എപ്പോഴും hollow ആയിരിക്കും. Therefore they float on water. അപ്പം ഡാമേജ് സീഡ്സ് ആണ് ഇതുപോലെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്. സോ ഇഫ് യു ഹാവൻറ്റ് ഡൺ ദിസ് എക്സ്പെരിമെൻറ്റ്, പ്ലീസ് ഗോ ടു യുവർ കിച്ചൺ, ടേക്ക് സം ഓഫ് ദി പൾസസ് ഓർ സംതിങ് ആൻഡ് ഡു ദിസ് എക്സ്പെരിമെൻറ്റ്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലേതാണ് നല്ല സീഡ്സ് അല്ലെങ്കിൽ ഏതാണ് മോശം സീഡ്സ് എന്ന്. ഓക്കെ, സോ വയബിൾ എന്ന് പറയുമ്പോൾ എന്താ, നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ് അല്ലേ. അപ്പം ഡെഡ് സീഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓഫ് പുവർ ക്വാളിറ്റി, ഇറ്റ്സ് ഓഫ് പുവർ ക്വാളിറ്റി. അങ്ങനെ നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള സീഡ്സിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നൗ ദ തേർഡ് സ്റ്റെപ്പ് ഇസ് adding fertilizers and manure. So why are you adding fertilizers and manure? For better growth, alle the plants have to get nutrients. So we are adding manure and fertilizers. So organic manure and fertilizers must be used to replenish and improve the soil. So the plant, through the roots, the plant is taking up all the nutrients in regular intervals. So the nutrients have to be replenished in the soil. അല്ലേ, ഇത് തീർന്നു പോകുന്നതിനനുസരിച്ച് the soil has to replenish this nutrients. So with the advent of new crop varieties, the use of chemical fertilizers has
skyrocketed. Earlier, we used to use green manures, but as the higher new crop varieties, we are discovering more and more new crop varieties. So, yield ഒക്കെ കൂട്ടാനായിട്ട് what we are using chemical fertilizers, even though they are not that friendly with nature. So, the use of chemical fertilizers has nowadays skyrocketed, has increased. Now, the inorganic, we can see what is the difference between fertilizers and manure. So, inorganic chemicals containing nutrients such as nitrogen, potassium, phosphorus are known as fertilizers. അപ്പം എന്താണ് fertilizers എന്ന് പറഞ്ഞാൽ? The inorganic chemicals containing nutrients such as nitrogen, potassium, phosphorus. അല്ലേ നമ്മൾ NPK എന്നുള്ള വളമൊക്കെ കേട്ടിട്ടുണ്ട്. NPK എന്നുള്ള fertilizers ഒക്കെ കേട്ടിട്ടുണ്ട്. Are known as fertilizers. They are manufactured in factories. Urea, ammonium sulfate, potash and other similar substances are example. So what are the examples for fertilizers? We have already said NPK and now ammonium sulfate, potash, all are examples for fertilizers. Then coming to manure, microbes decompose plant and animal waste. We know that, right? Microbes decompose plant and animal waste. Cow dung, animal bones, dead leaves, dead insect and vegetable waste to produce manure. So, this vegetable waste all get degraded. Alle? Degradation nadakunu. With the help of decomposition nadakunu. Degradation allengil decomposition nadakunu. With the help of what? With the help of small microorganisms like bacteria, fungi. So, and as a result, manure, nature friendly manure, green manure is produced. It is a natural product. അപ്പം ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാക്ടറീസിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് സിന്തസൈസ് ചെയ്തെടുക്കുകയാണ്. ആൻഡ് വെൻ കമ്മിങ് ടു മാന്യൂറിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താണ് വ്യത്യാസം? ഇറ്റ് ഈസ് നാച്ചുറൽ പ്രോഡക്റ്റ്. ഇതിനെ നമ്മുടെ നേച്ചറിലുള്ള മൈക്രോ ഓർഗാനിസംസ് തന്നെ ഡീകമ്പോസ് ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇറിഗേഷൻ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു അല്ലേ? നമ്മൾ സോയിൽ പ്രിപ്പയർ ചെയ്തു, ലെവൽ ചെയ്തു, ലൂസൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ സോ ചെയ്തു, സീഡ്സ് സോ ചെയ്തു, നല്ല ക്വാളിറ്റി സീഡ്സ് സെലക്ട് ചെയ്ത് സോ ചെയ്തു. അതിനുശേഷം മാന്യൂവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി, ന്യൂട്രിയൻസിന് വേണ്ടി അതിന് ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇറിഗേഷൻ അല്ലേ? അപ്പം നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം. ഓക്കെ, so irrigation is the process of providing water to crops at regular intervals. So ഇന്ന് നമ്മൾ വാട്ടർ ചെയ്തു, ഇന്ന് കഴിഞ്ഞ് നമ്മൾ നാളെയും ഇത് റെഗുലറായിട്ട് വാട്ടർ ചെയ്യണം. അല്ലാതെ ഇത് ഫുൾ ഡ്രൈ ചെയ്തിട്ടല്ല നമ്മൾ വാട്ടർ ചെയ്യുന്നത്. ഇന്ന് വാട്ടർ ചെയ്തു, പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാൽ ഇറ്റ് വിൽ വിതർ അവേ. ഓക്കെ, സോ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്, വെരി ഇമ്പോർട്ടൻറ്റ്, റെഗുലർ ഇൻ്റർവെൽസ് വി ഹാവ് ടു വാട്ടർ. ഓക്കെ, ദാറ്റ് ഈസ് കാൾഡ് ഇറിഗേഷൻ. സോ ഇറിഗേഷന് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ഇറിഗേഷൻ മെത്തേഡ്സും ഉണ്ട്, മോഡേൺ ആയിട്ടുള്ള ഇറിഗേഷൻ മെത്തേഡ്സും ഉണ്ട്. ഏതൊക്കെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഇറിഗേഷൻ മെത്തേഡ്സ്? മോട്ട്, ചെയിൻ പമ്പ്. സി, മോട്ട്, ചെയിൻ പമ്പ്, ദേഖി, റഹത്ത് ആർ ഓൾ ട്രഡീഷണൽ ഇറിഗേഷൻ മെത്തേഡ്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു മോഡേൺ ഇറിഗേഷൻ സിസ്റ്റം നോക്കിക്കേ, സ്പ്രിംഗ്ലർ സിസ്റ്റം ആൻഡ് ഡ്രിപ്പ് ഇറിഗേഷൻ. ഇത് കണ്ടില്ലേ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡ്രിപ്പ് ഇറിഗേഷൻ. ഇപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് എന്താണ്? വാട്ടറിനെ ഒരുപാട് വാട്ടർ കൺസ്യൂം ചെയ്യില്ല, ഒരുപാട് വാട്ടർ വേസ്റ്റേജ് ഉണ്ടാവില്ല. ഓക്കെ, ഡ്രിപ്പായിട്ടത് അത് ക്രോപ്സിൻ്റെ റൂട്ടിലേക്ക് മാത്രം വെള്ളം എത്തുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ. സോ അത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, വാട്ടർ കൺസർവേഷന് നമ്മൾ കൂടുതലായിട്ടും സഹായിക്കും. ആൻഡ് ഇറ്റ് റെഡ്യൂസസ് വാട്ടർ വേസ്റ്റേജ്. സോ the traditional irrigation methods and modern irrigation methods. Now, see, this is an example for moat. Okay, moat. And the next one is chain pump. കണ്ടില്ലേ, ഒരു ചെയിനും
ഒരു വീലൊക്കെ ആയിട്ട്. Okay, these are all example for traditional methods. Now, weed control or protection from weeds. So, another important step is weed control or protection from weeds. അപ്പം വീഡ്സിൽ നിന്ന്, വീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം നമ്മൾ മെന്യൂസും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ വേറുള്ള പ്ലാന്റ്സും ഇങ്ങനെ കൂടെ നമ്മുടെ ക്രോപ്സിൻ്റെ കൂടെ ഗ്രോ ചെയ്ത് വരും. ആൻഡ് ദേ ആർ നോട്ട് നെസസറി, അല്ലേ, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മുടെ ക്രോപ്സിൻ്റെ, നമ്മൾ പ്ലാന്റ് ചെയ്തേക്കുന്ന ക്രോപ്സിൻ്റെ ഗ്രോത്തിനെ ഇത് വല്ലാതെ അഫക്റ്റ് ചെയ്യും. സോ ദേ ഹാവ് ടു ബി റിമൂവ്ഡ്, അതർവൈസ് ദേ വിൽ കൺസ്യൂം ഓൾ ദ ന്യൂട്രിയൻസ് ഫോർ ആർ ക്രോപ്സ്. ആൻഡ് നമ്മുടെ ഈൽഡ്, നമ്മുടെ ക്രോപ്പ് ഈൽഡ്, ഇറ്റ് വിൽ ബി, അത് മോശമായി പോകും, അല്ലേ, നമ്മുടെ ക്രോപ്പ് ഈൽഡ് കുറയും. ഓക്കെ, സോ വീഡിങ് ഇസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് undesired and uncultivated. So these are the plants which we are not cultivating, they are growing by themselves. Okay, so uncultivated plants are known as weeds. So we have to remove weeds. Now the second last one, harvesting. അല്ലേ, നമ്മൾ ഒരു ക്രോപ്പ് ഒരു സീഡ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് മുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ക്രോപ്പിൻ്റെ ഹാർവെസ്റ്റിന് വേണ്ടിയിട്ടാണ്, അല്ലേ, ആ ഒരു വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. സോ ഹിയർ കംസ് ദി ഹാർവെസ്റ്റിംഗ്. ഹാർവെസ്റ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് കട്ടിംഗ് ദ ക്രോപ്പ് വൺസ് ഇറ്റ് ഹാസ് മെച്യൂർഡ്. നല്ല ക്രോപ്പ് നല്ല മെച്യൂർ ആയി കഴിയുന്ന സമയത്ത് സോ വിൽ കട്ട് ഇറ്റ്, അല്ലേ, നമ്മളതിനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. സോ ദിസ് ഈസ് ദ step which we are looking forward from the time of sowing, അല്ലേ, സോ ചെയ്യുന്ന സീഡ് സോ ചെയ്യുന്ന സമയം മുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, അല്ലേ, ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. So there are two main methods through which harvesting can be done. These methods are manual method where a sickle can be used. ഒരു സിക്കിൾ എന്താണ്? ഒരു അരിവാൾ എന്ന് പറയാം, അല്ലേ, സിക്കിൾ യൂസ് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് എടുക്കും. ആൻഡ് ദ മെക്കാനിക്കൽ മെത്തേഡ് ഇൻ വിച്ച് ഹാർവെസ്റ്റർ, സോ എ മെഷീൻ നെയിംഡ് ഹാർവെസ്റ്റർ വിച്ച് ഇസ് എ ഹ്യൂജ് മെഷീൻ ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. മാനുവൽ മെത്തേഡ് അല്ലെങ്കിൽ മാനുവൽ മെത്തേഡ് എന്താണ്? സിക്കിൾ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് ക്രോപ്പിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ആൻഡ് ഹാർവെസ്റ്റർ ഇസ് എ ഹ്യൂജ് മെഷീൻ, അത് യൂസ് ചെയ്ത് നമുക്ക് ക്രോപ്സിനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, നൗ നമ്മൾ ഈ ക്രോപ്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തു. ആൻഡ് വേർ വിൽ കീപ് ദിസ് ക്രോപ്പ്? ഇതിനെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? സോ സ്റ്റോറേജ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ്, അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. സോ സ്റ്റോറേജ് ടു കീപ് ഗ്രെയിൻ സേഫ് ഫ്രം പെസ്റ്റ് ആൻഡ് ബാക്ടീരിയ മസ്റ്റ് ബി സ്റ്റോർഡ് പ്രോപ്പർലി. സോ ഗ്രെയിൻസിനെ സേഫായിട്ട്, പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവാം, അല്ലേ, ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ടാവാം. സോ ദ ക്രോപ്സ് മസ്റ്റ് ബി സ്റ്റോർഡ് പ്രോപ്പർലി. ഫുഡ് ഗ്രെയിൻസ് ആർ യൂഷ്വലി ഹാർവെസ്റ്റഡ് വിത്ത് മോർ മോയ്സ്ചർ ദാൻ ഈസ് റിക്വയർഡ് ഫോർ സ്റ്റോറേജ്. ഫുഡ് ഗ്രെയിൻസിന് ഓൾറെഡി തന്നെ ആവശ്യത്തിലധികമായിട്ടുള്ളൊരു മോയ്സ്ചർ ഉണ്ടാവും. ഒരുപാട് മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടായാൽ വാട്ട് വിൽ ഹാപ്പൻ? അത് ഇറ്റ് ക്യാൻ ബി ഡാമേജ്ഡ്, അല്ലേ, ഡാമേജ്ഡ്. സോ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. സോ ടു കീപ് ഗ്രെയിൻസ് സേഫ് ഫ്രം പെസ്റ്റ് ലൈക്ക് റോഡൻസ് ഫോർ എക്സാമ്പിൾ റാറ്റ്സ്, അല്ലേ, റാറ്റ്സ് പോലെയുള്ള റോഡൻസിൽ ആൻഡ് ഇൻസെക്ട്സ്. വേരിയസ് ഇൻസെക്ട്സ് വിൽ ഓൾസോ അറ്റാക്ക് ദീസ് grains. They are stored in silos and granaries on a large scale. Silos, നോക്കിക്കേ, these are silos. അപ്പം ഇതിലൊക്കെ large quantity and granaries, you know, where grains are kept. Okay, it is a storage room where grains are kept on a large scale. കുറച്ചൊന്നുമല്ല, on a large scale. ഇത് സിലോസിലും, silos may be a new term for you. സിലോസ് അല്ലെങ്കിൽ ഗ്രാനറീസിൽ നമ്മൾ ബൾക്കായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ജൂട്ട് ബാഗ്സ് ഓർ മെറ്റൽ ബിൻസ് ആർ യൂസ്ഡ് ബൈ ഫാമേഴ്സ് ടു സ്റ്റോർ ക്രോപ്സ്. ഇപ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ജൂട്ട് ബാഗ്സ് നമ്മളൊക്കെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്, അല്ലേ? ജൂട്ട് ബാഗ്സിൽ അല്ലെങ്കിൽ മെറ്റൽ ബിൻസിലൊക്കെ സ്റ്റോർ ചെയ്ത്, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മെറ്റൽ ബിൻസിലൊക്കെ ആയിരിക്കാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നൗ
crop rotation. Crop rotation എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. നോക്കിയേ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം ഓഫ് ഗ്രോയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രോപ്സ് ഇൻ റെക്കറൻറ്റ് സക്സഷൻ ഓൺ ദി സെയിം ലാൻഡ്. അപ്പം ഒരേ ലാൻഡിൽ തന്നെ ദി സിസ്റ്റം ഓഫ് ഗ്രോയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്രോപ്സ്. ഒരു ക്രോപ്പ് കഴിയുമ്പോൾ ഇപ്പോൾ പാടി കൾട്ടിവേറ്റ് ചെയ്തു, അടുത്തത് വേറെ എന്തെങ്കിലും പൾസസ് ആയിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ഓൾട്ടർ ചെയ്തിങ്ങനെ സെയിം ലാൻഡിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് crop rotation എന്ന് പറയുന്നത്. So in crop rotation, cereal crops like wheat, maize, paddy, millet are grown alternately with leguminous crops like pulses, beans, groundnut, clover in the same field. അപ്പോൾ cereals ആദ്യം ഗ്രോ ചെയ്യും, അതിന് പിന്നാലെ leguminous crops ഏതൊക്കെയാണ്? പൾസസ്, പീൻസ്, ബീസ്, ഗ്രൗണ്ട്നട്ട്, ക്ലോവർ ഒക്കെ ഗ്രോ ചെയ്യും. അപ്പം വൈ ലെഗ്യൂമിനസ് ക്രോപ്സ് ആർ സെലക്റ്റഡ്? എന്തുകൊണ്ട് വേറെ ക്രോപ്സ് ഒന്നും വേണമെങ്കിൽ ഫ്രൂട്ട്സ് കൾട്ടിവേറ്റ് ചെയ്യാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്തു? നോക്കാം. സോ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് പറയുമ്പോൾ നിങ്ങൾക്കത് clear out. So the advantages of crop rotation are: it improves the fertility of soil by replenishing it with nitrogen and hence increases production of food grains. അപ്പം fertility of the soil, അപ്പോൾ fertility replenish ചെയ്യും, ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ റീപ്ലനിഷ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ലെഗ്യൂമിനസ് പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള നൈട്രജൻ സോയിലിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. അതിൽ റൈസോബിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. സോ ദാറ്റ് ഹെൽപ്സ് ടു ഫിക്സ് ദ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു ദി സോയിൽ. സോ ദാറ്റ്സ് വൈ ലെഗ്യൂമിനസ് പ്ലാന്റ്സ് ആർ cultivated alternately. Okay, so the advantage of crop rotation, it improves the fertility of the soil by replenishing it with nitrogen and hence increases the production of food grains. So, and it saves a lot of nitrogenous fertilizers. So, if we are rotating these crops, the nitrogen get replenished so that we can avoid using നൈട്രോജിനസ് ഫെർട്ടിലൈസേഴ്സ്. ഒരുപാട് നൈട്രോജിനസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് അത് എന്താണ്, സോയിലിന് ഹാംഫുൾ ആണ് അല്ലേ, നൈട്രോജിനസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്. അത് ഉപയോഗിക്കാതിരിക്കാൻ ഒരു പരിധിവരെ നമ്മുടെ ക്രോപ്പ് റൊട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. നൗ ദർ ആർ സം ക്വസ്റ്റ്യൻസ്. മിക്കവാറും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ക്രോപ്സ്? അറിയാമല്ലോ, ഗിവ് എക്സാമ്പിൾസ്. വാട്ട് ആർ ഖാരിഫ് ക്രോപ്സ്? Whenever you are writing, give examples. Even if it is not asked, you have to write examples. Kharif crops ഏതാണ്, Rabi crops ഏതാണ്, months in which they are cultivated. അതൊക്കെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൽ മെൻഷൻ ചെയ്യുക. Okay. Now, why Kharif crops cannot be grown in Rabi season? നമുക്ക് അറിയാലേ, each type of plants require a specific condition for the growth and maturation. So, if they are not provided, then the plants will not grow. ആ ഒരു ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു ഖാരിഫ് ക്രോപ്പ് റാബി സീസണിൽ നമ്മൾ ഗ്രോ ചെയ്താൽ ചിലപ്പോൾ അത് വളർന്നേക്കാം, ബട്ട് വി വോണ്ട് ഗെറ്റ് എ ബെറ്റർ yield. ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു നല്ല yield, നമ്മളൊരു നല്ല yield പ്രതീക്ഷിച്ചാണ് ഒരു ക്രോപ്പ് സോ ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ബെറ്റർ yield കിട്ടണമെങ്കിൽ ഈ വക എല്ലാ ഫാക്ടേഴ്സും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. So if Kharif crops are grown in seasons of Rabi crops, the plants do not grow properly and both the quantity and quality. Quantity കുറയും, ക്വാളിറ്റിയും കുറയും അല്ലേ. Quantity and the quality of crop will be poor. അത് poor quality of crops നമുക്ക് കിട്ടും. Okay. Next question, what factors control crop production? So it can be asked, what factors control crop production? Temperature, precipitation, the amount of rain or snow it is getting, and the soil moisture is very important. Solar radiation, how much light it is getting, അല്ലെങ്കിൽ heat it is getting. So what is irrigation? Describe two methods of irrigation അല്ലേ. ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, പിന്നെ സ്പ്രിംഗ്ലർ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, ഇതൊക്കെ എഴുതി വെക്കുക. Then write a paragraph about weeding and sowing. Okay. സോ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ ടു യു. നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലെന്നാണ് മിസ് വിചാരിക്കുന്നത്. ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഓക്കെ, നൗ അപ്പോൾ നമുക്ക് ക്ലാസ്സസ് 5 to 10 വരെ CBSE ആൻഡ് സ്റ്റേറ്റ് നമുക്കിവിടെ CCPLUS ട്യൂഷനിൽ
നമുക്ക് മികച്ച ടീച്ചേഴ്സിലൂടെ നിങ്ങൾക്ക് മികച്ച ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ all of you grab your seats. അത്ര മാത്രമേ മിസ്സിന് പറയാനുള്ളൂ. ഇതൊരു ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണമെങ്കിൽ, ഇൻഡിവിജ്വൽ മെൻറ്റേഴ്സിനെ കിട്ടണമെങ്കിൽ. സോ grab your seats now itself. സോ അടുത്തൊരു ലൈവിൽ നമുക്ക് കാണാം. അതുവരെ താങ്ക് യു all.